ഇടുക്കി ജില്ലാ പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ ദ്വിദിന കഞ്ഞിവയ്പ് സമരം ആരംഭിച്ചു. സമരം പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജിൽ മനയത്തടുത്ത് 1973 കുടിയൊഴിക്കപ്പെട്ട പട്ടികജാതി മതപരിവർത്തിക ക്രൈസ്തവരിൽപ്പെട്ട 500ഓളം വരുന്ന ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് ഭൂമി പതിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുൻപിൽ ദ്വിദിന കഞ്ഞിവയ്പ് സമരം നടത്തിയത്. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന സമരപരിപാടിയിൽ PM ജോൺ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 1996 ഹൈക്കോടതി വിധി പോലും പൂഴ്ത്തിവെച്ച് മാറി മാറി വരുന്ന ഗവൺമെന്റും ഉദ്യോഗസ്ഥരും കള്ളക്കളി നടത്തി തങ്ങളെ ഭൂമി നൽകാതെ കബളിപ്പിക്കുകയാണെന്ന് CK രാജേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 1970-73 കാലഘട്ടത്തിൽ മനയത്തടം എന്ന് പറയുന്ന ഇടുക്കിയിലെ കഞ്ഞിക്കുഴി വില്ലേജിൽപ്പെട്ട മനയത്തടം 900 ഏക്കർ വരുന്ന ഭൂമിയിൽ കുടിയേറി പാർത്ത് കുടിലി കെട്ടി താമസിച്ച ആളുകളെ അവിടെ നിന്നും അടിച്ചിറക്കപ്പെടുകയാണ് ഉണ്ടായത്. പോലീസും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അടിച്ചിറക്കപ്പെട്ട ആളുകൾക്ക് നിയമപരമായി അവിടെ ഭൂമി അനുവദിക്കപ്പെട്ടതാണ്. ആ ഭൂമി ഇന്നും ഗവൺമെന്റ് പതിച്ചു നൽകുവാൻ അനുവാദം നൽകുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നും നാളെയുമായിട്ടുള്ള ഈ കളക്ടറേറ്റ് പടിക്കൽ ഈ സമരം നടത്തപ്പെടുന്നത്. ബാബു മഞ്ഞളൂർ മുഖ്യപ്രഭാഷണം നടത്തി. AK രാജപ്പൻ മണ്ണെറിഞ്ഞ നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അഭിവാദ്യമർപ്പിച്ച് PK ശശി, MV രവീന്ദ്രൻ, AK രാജപ്പൻ, MV ആണ്ടപ്പൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് നടക്കുന്ന സമരപരിപാടികളിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.